പാടിയിൽ വരുന്ന എല്ലാവരും മണിക്ക് അതിഥികളായിരുന്നു. അത് പരിചയമുള്ളവരായാലും ശരി, പരിചയമില്ലാത്തവരായാലും ശരി. വെറും സാധാരണക്കാരനിൽ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ മണിയുടെ സുഹൃത്തുക്കളും സാധാരണക്കാരായിരുന്നു. സിനിമ കഴിഞ്ഞാൽ പാടിയിലേക്ക് വന്ന് ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനായിരുന്നു മണിക്ക് ഏറെ ഇഷ്ടം. ചാലക്കുടിയിൽ ഉള്ളവരായാലും ഇതുപോലൊരു താരത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ മദ്യപിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അവസാന നാളുകളിൽ മണിക്ക് ലിവറിന് കംപ്ലൈന്റ് കൂടി വന്നു. അതിന്റെ കൂടെ തന്നെ ഷുഗറും പിടിപെട്ടു. മെലിഞ്ഞ ശരീരം പുറത്തു കാണാതിരിക്കാൻ അകത്ത് ബനിയൻ ധരിച്ചായിരുന്നു മണി നടന്നിരുന്നത്. ഏറെ നാളുകളായി മണി സിനിമയും സ്റ്റേജ് ഷോകളും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഒരാഴ്ച മുന്നേ മാഹിയിൽ സ്റ്റേജ് ഷോ അവതരിപ്പിച്ചു. അതിനുശേഷം അമ്പലത്തിൽ നാടൻ പാട്ടിന്റെ മെഗാ ഷോയും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് മദ്യപിച്ചിരുന്ന ശീലം പാടെ ഒഴിവാക്കിയിരുന്നു. മണി മരിക്കുന്നതിന്റെ തലേ ദിവസം പാടിയിൽ അധികം കൂട്ടുകാരൊന്നുമില്ലായിരുന്നു. 2 ദിവസം മുന്നേ മണിയുടെ സുഹൃത്തിന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നു. അദ്ദേഹം വാറ്റ് കഴിക്കണം എന്ന മോഹത്താൽ വളരെ കഷ്ടപ്പെട്ട് എവിടുന്നോ വന്ന് വാറ്റൊപ്പിച്ചു. എന്നാൽ മണിയുടെ സുഹൃത്തിനെ കാണാൻ വന്നപ്പോൾ അതിൽ നിന്നും കുറച്ച് കലാഭവൻ മണിക്കും കൊടുത്തിരുന്നു. എപ്പോഴും മദ്യം വേണമെന്ന് പറയുമ്പോൾ കൂട്ടുകാർ വാങ്ങിക്കൊടുക്കില്ലായിരുന്നു. പക്ഷേ അപ്പോഴും മണി അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. മണിയെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നത് എല്ലാവരുടെയും ലക്ഷ്യമായിരുന്നു. കൂടെ നല്ല സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് മണി അധിക നാൾ കൂടി ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആര് പറഞ്ഞാലും മണി കേൾക്കില്ല എന്നതായിരുന്നു ഏറെ വിഷമകരമായ കാര്യം. ലിവർ സിറോസിസ് ഉള്ള വ്യക്തി മദ്യം, മാംസം ഒന്നും കഴിക്കരുത് എന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. പക്ഷേ മണി ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടേയിരുന്നു. ചാലക്കുടിയുടെ അടുത്ത് തന്നെ അന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഉറ്റ സുഹൃത്തിനെ കാണാൻ അവിടുന്ന് ജാഫർ ഇടുക്കിയും സാബുമോനും വരികയുണ്ടായി. എപ്പോഴും മണിയുടെ അടുത്ത് മദ്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് മണി കഴിച്ചിരുന്നില്ല. അത് വരുന്ന അതിഥികൾക്ക് കൊടുക്കാനുള്ളതായിരുന്നു. അവരത് കഴിച്ച് അന്ന് തന്നെ പാടിയിൽ നിന്നും പോവുകയും ചെയ്തു. നിരപരാധിയായ അവർ രണ്ടുപേരെയും കേസിന്റെ ആവശ്യത്തിനായി ചോദ്യം ചെയ്തപ്പോൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. ഇവരാണ് മണിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നുവരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി. സാബുമോന്റെ വാഹനം ഓടിച്ചിരുന്നത് മണിയുടെ ഡ്രൈവർ ആയിരുന്നു. അവിടുന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് അവർ അന്ന് തന്നെ പോയി. മണിയുടെ തന്നെ നാടൻ പാട്ട് വളരെ ഉച്ചത്തിൽ വെക്കുമായിരുന്നു പാടിയിൽ. അന്ന് അതും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നാലും മണിക്ക് പ്രത്യേകിച്ച് സന്തോഷമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ചിലപ്പോൾ തന്റെ അവസാന നിമിഷങ്ങൾ വന്നെത്തിയെന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടായിരിക്കാം ചെറിയ തോതിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട മണി ആരോടും പറഞ്ഞിരുന്നില്ല. കാരണം ആശുപത്രിയിൽ പോകാനോ താനൊരു രോഗിയാണെന്ന് പുറം ലോകം അറിയുന്നതും മണിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മണിയുടെ രോഗവിവരത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ ഉള്ളവരോ കുടുംബത്തിലുള്ളവരോ അറിഞ്ഞിട്ടില്ല. വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. മണി ആരോടും പറയാനും തയ്യാറായില്ല. വലിയ ആഘോഷങ്ങളിൽ സന്തോഷമില്ലാതെ അന്നത്തെ രാത്രി കടന്നുപോയി. പാടിയിൽ തന്നെ കിടക്കാനുള്ള മുറിയുണ്ടായിരുന്നു. അവിടെ കിടന്ന് മണി എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോൾ കടുത്ത ദാഹം തോന്നി. ഒരുപാട് വെള്ളം കുടിച്ചതിനു ശേഷം ബിയർ വേണമെന്ന് കൂട്ടുകാരനോട് പറഞ്ഞു. കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ സുഹൃത്തിനെ മണി ഒരുപാട് വഴക്ക് പറഞ്ഞു. ബിയറില്ലാതെ പാടിയിൽ കയറരുതെന്ന് പറഞ്ഞതോടെ വേറൊരു നിർവാഹമില്ലാതെ അയാൾ പഴയൊരു ബിയർ കുപ്പിയിൽ കൊക്കക്കോള ഒഴിച്ചു കൊടുത്തു. രുചി വ്യത്യാസം തോന്നിയ മണി മറിച്ചൊന്നും പറയാതെ കയറിക്കിടന്നു. ഫാൻ ഫുൾ സ്പീഡിൽ തലയുടെ ഭാഗത്തായി വെച്ചു. ഭയങ്കരമായി ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം തലവഴി എടുത്തൊഴിച്ചു. അങ്ങനങ്ങ് കിടന്നു. ഇടക്ക് ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുകയുണ്ടായി. തലേ ദിവസം രാത്രിയിലും ഛർദ്ദിച്ചിരുന്നു. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും സുഹൃത്ത് മണിയോട് പറഞ്ഞു ആശുപത്രിയിൽ പോകാം. വരാൻ വിസമ്മതിച്ചതോടെ മണി അക്രമാസക്തമായി. അപ്പോഴേക്കും ഡോക്ടറിനെ പാടിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഡോക്ടർ വന്നപ്പോഴും മണി ആശുപത്രിയിലേക്ക് പോകാൻ വിസമ്മതിച്ചു. പോകാതിരുന്നാൽ മണിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഡോക്ടർക്ക് അറിയാമായിരുന്നു. ഉറങ്ങാനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് സെഡേഷൻ കൊടുത്ത് മണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിലേക്ക് നടന്നു കയറിയ മണി പിന്നീട് മരിച്ചു എന്ന വാർത്തയാണ് പുറം ലോകം അറിയുന്നത്. ചാലക്കുടിക്കാരൻ ചങ്ങാതിയായി മണി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു.